പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സമാപിച്ചെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നേയില്ല. 182 വിദേശികൾ ഉൾപ്പെടെ 4126 പ്രതിനിധികൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തുവെന്നാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അവകാശവാദം. എന്നാൽ മാധ്യമങ്ങളിലെ ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ എടുത്തുകാട്ടി കോൺഗ്രസും ബിജെപിയും അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയമാണെന്നാണ് ആരോപിക്കുന്നത്. UP മുഖ്യമന്ത്രിയുടെ ആശംസാ കത്ത് അയ്യപ്പ സംഗമ വേദിയിൽ പ്രാധാന്യത്തോടെ വായിച്ചതും പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ തേടേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷയും തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോണും വിവരങ്ങൾ നൽകും. ആദ്യം സിജോയിലേക്കാണ്. സിജോ, ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞ കസേരകളുടെ ചിത്രങ്ങളൊക്കെ പല മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഇത്രയും രജിസ്ട്രേഷൻ കാണിച്ചത് ഈ ആളുകളൊക്കെ എവിടെ എന്നൊരു പ്രസക്തമായ ചോദ്യം ഉയർത്തുന്നത്. നമുക്കറിയാം, അതിനു മുൻപ് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് സംഭവമായിട്ടാണ് ഈ അയ്യപ്പ സംഗമം കണ്ടിരുന്നത്. അതിനു മുൻപുണ്ടായിരുന്ന വിവാദങ്ങളെയൊക്കെ തള്ളിക്കളയാൻ വേണ്ടി ഈ ഒരു സംഗമം വിജയമാവേണ്ടത് സർക്കാരിന്റെ കൂടി അനിവാര്യതയായിരുന്നു. അതിനിടയിലാണ് ഈ വിവാദം വരുന്നത്. എങ്ങനെയാണ് സർക്കാർ വൃത്തങ്ങൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ ഭാഗത്ത് പറയാനുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ് സിജോ? നമ്മൾ ശബരിമല പ്രക്ഷോഭവും ഒക്കെ കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ട്. അന്ന് സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട്, CPM സ്വീകരിച്ചിരുന്ന നിലപാട്, അതിൽ നിന്ന് തീർത്തും മാറി ഞങ്ങൾ അയ്യപ്പനൊപ്പമാണ്, ശബരിമലയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ട് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് സർക്കാരും അതോടൊപ്പം തന്നെ CPMഉം ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കണ്ടിരുന്നത്. ഉദ്ഘാടന പരിപാടിയൊക്കെ ഗംഭീരമായി മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ആളുകളുണ്ടായിരുന്നു, നിറഞ്ഞ സദസ്സും വേദിയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇതിന്റെ ഓരോ 3 സെഷനിലോട്ട് കടക്കുന്ന സമയത്താണ് ഒഴിഞ്ഞ കസാരകളായത്. ആളുകളെല്ലാം പോവുകയും ചെയ്തു. മുഖ്യമന്ത്രി ഒന്നുകൂടെ കൂടിയിട്ട് പോവുകയും ചെയ്തു. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലെയാണ്, അത്തരത്തിലാണ് ഇതിന് ശേഷം അവിടുത്തെ ഒരു സ്ഥിതി എന്നുള്ളതാണ്. അതാണിപ്പോൾ പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതൊരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. ആ പരിപാടി തന്നെ പൊളിഞ്ഞു എന്നൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം ദൃശ്യങ്ങൾ എടുത്തതല്ല. ഏകദേശം അതിന് ശേഷം നടന്ന സെഷനുകളെല്ലാം അങ്ങനെ ഒഴിഞ്ഞ കസേരകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പ്രതിപക്ഷം അത് വളരെ രീതിയിൽ തന്നെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുപോകുന്നതാണ്. തങ്ങൾ അയ്യപ്പനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചെങ്കിലും വലിയ ക്ഷീണം ഈ സെഷനുകളിൽ ആളുകൾ ഇല്ലാത്തത് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പരാജയമല്ല, അത് വൻ വിജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്, സർക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ആളുകളുടെ പങ്കാളിത്തം മാത്രമല്ല, തുടർന്ന് ഇനി അങ്ങോട്ട് ഓരോ വികസന പരിപാടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. അതിലൊക്കെ കൃത്യമായൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും സർക്കാരിന് ചെറിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സെഷനുകൾ ഇല്ലാത്തുള്ളത്. ഇനി അത് എങ്ങനെയാണ് സർക്കാരും അതോടൊപ്പം തന്നെ CPMഉം ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആ പദ്ധതി വലിയ വിജയമാണ്, ഈ സംഗമം വലിയ വിജയമായിരുന്നു എന്നുള്ളൊരു അവകാശവാദം തന്നെയാണ് നിലവിൽ സർക്കാരും അതോടൊപ്പം തന്നെ CPMഉം ഉന്നയിക്കുകയും ചെയ്യുന്നത്.